അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ബറാഅത്ത് രാവ് നാളെയാണ്, വെള്ളിയാഴ്ച. നമുക്കറിയാം, ഒരുപാട് പുണ്യമുള്ള പോരിശയുള്ള ഒരു രാവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന, മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു തന്ന വലിയ ശ്രേഷ്ഠമുള്ള ഒരു രാവാണ്. ബരിഅ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെടുക എന്നാണ്. ബറഅത്തം മിനന്നാർ, നരകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന, നരകമോചനം ലഭിക്കുന്ന ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് വിശദീകരണ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ നാളെ ബറാഅത്ത് രാവാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ശനിയാഴ്ച സുന്നത്തായ നോമ്പുമാണ്. ബറാഅത്ത് രാവിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. സാധാരണ വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ഒരു ശൈലി എല്ലാവർക്കും അറിയാം. നാളെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ 3 യാസീനും അതുപോലെ സൂറത്തു ദുഹാൻ ഇതും ഓതാറുണ്ട്. അതിൻ്റെ കൂടെ 2 ദിക്റുകളും നമ്മൾ ചെല്ലാറുണ്ട്. യാസീൻ്റെത് നമുക്കറിയാം. ആദ്യത്തെ യാസീൻ 3 ഘട്ടങ്ങളിലായി ഓതുന്ന ആദ്യത്തെ യാസീൻ. ഒന്നാമത്തത് നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി. ചില ആളുകൾ ഓതുമ്പോൾ ആയുസ് ദീർഘായുസ് കിട്ടാൻ വേണ്ടി എന്നാണ് പറയാം. പക്ഷെ ദീർഘായുസ് കിട്ടുക എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി പറയാം, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസ് കിട്ടാൻ വേണ്ടി ഒരു യാസീൻ. രണ്ടാമത്തത് റിസ്ക്കിൽ ബറക്കത്ത് ലഭിക്കാൻ. റിസ്ക് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. റിസ്ക് എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുമുണ്ട്. ഹലാലായ റിസ്ക് കിട്ടാൻ വേണ്ടി, ഹലാലായ റിസ്ക്കിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി. അത് രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീനാണ് ഈമാൻ സലാമത്താവാൻ, ആക്കിപ്പത്ത് നന്നായി മരിക്കാൻ. മരണസമയം ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട, അള്ളാഹുവിന് മർദിയായ രീതിയിൽ ഈമാനോടുകൂടി മൂത്താവാൻ വേണ്ടിയാണ് മൂന്നാമത്തെ യാസീൻ. ഇങ്ങനെ 3 യാസീനാണ് പതിവിൽ സാധാരണ നമ്മുടെ മുസ്ലിം ഉമ്മത്ത്, വിശ്വാസി സമൂഹം ചെയ്യാറുള്ളത്. അത് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം. ആ 3 യാസീനും കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് ദുഹാൻ. ശഅബാൻ 1 തുടങ്ങിയാൽ തന്നെ സൂറത്ത് ദുഹാൻ്റെ 8 ആയത്തുകൾ 15 പ്രാവശ്യം ഓതുന്നൊരു രീതി മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പോൾ നാളെ അത് സൂറത്ത് ദുഹാൻ ഫുള്ളായിട്ട് ഓതണം, പൂർണ്ണമായിട്ട് ഓതണം. അത് കഴിഞ്ഞാൽ പിന്നെ 100 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ്. പറയുമ്പോൾ ശ്രദ്ധിക്കണം, 3 പുള്ളിയുള്ള സായാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസ്, അത് 100 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ പിന്നെ 70 വട്ടം അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക, അയിനല്ല ഹായാണ്, ബിഹിൽമിക യാ അല്ലാഹ്. ഇത് 70 വട്ടവും ചെല്ലൽ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു പാരമ്പര്യമാണ്. പൂർവിക സൂരികളായ എത്രയോ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച ഒരു കാര്യം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ശ്രദ്ധിക്കുക. നാളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ നോമ്പെടുക്കേണ്ട കാര്യം മറക്കാതിരിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.